ഇന്ന് ആദ്യം തന്നെ ഒരു വിചിത്രമായ റീലിന്റെ ചില ഭാഗങ്ങൾ കണ്ടുകൊണ്ട് തുടങ്ങാം. നിങ്ങളിൽ പലരും ഈയൊരു വിഷ്വൽ കണ്ട് ഇത് എന്താണ് എന്ന് അത്ഭുതപ്പെട്ടേക്കാം. ഇതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്നും ഇത്തരത്തിലുണ്ടാകുന്ന മറ്റ് ചില അവസ്ഥകളെക്കുറിച്ചും വിശദമാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ സാറ, ഡെന്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. ഇങ്ങനെ കഴുത്തിൽ ഈ വ്യക്തി പ്രസ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് വരുന്നത് സത്യത്തിൽ ഒരു രോഗാവസ്ഥയാണ്. ഇതിനെ ബ്രാങ്കിയൽ ക്ലെഫ്റ്റ് സിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും കഴുത്തിന്റെ മുകൾ ഭാഗത്ത് സ്റ്റേനോക്ലീഡോമാസ്റ്റോയിഡ് എന്ന മസിലിന് മുൻവശത്ത് വീർക്കുന്ന ഒരു നീർക്കെട്ടാണ്. ചില കേസുകളിൽ ഇതിന് ഫിസ്റ്റുല എന്ന് വിളിക്കപ്പെടുന്ന ചർമ്മത്തിന്റെ ഉപരിതലത്തിലേക്ക് ഒരു ഓപ്പണിങ്ങും ഉണ്ടാകാം. പ്രസവത്തിന് മുന്നേ ഭ്രൂണാവസ്ഥയിലുണ്ടാകുന്ന ഡെവലപ്മെന്റൽ ഡിസോർഡറാണിത്. കഴുത്തും മുഖവും അപ്പർ തൊറാക്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ബ്രാങ്കിയൽ ആർച്ചസ് എന്ന് പറയുന്ന എംബ്രിയോണിക് സ്ട്രക്ചറുകൾ വഴിയാണ്. ഗർഭാവസ്ഥയുടെ 4ാമത്തെ ആഴ്ചയിൽ 5 ബ്രാങ്കിയൽ അല്ലെങ്കിൽ ഫാരഞ്ചിയൽ ആർച്ചുകൾ വിഭജിച്ച് 4 ഡിപ്രഷനുകൾ രൂപപ്പെടുന്നതിനെയാണ് ക്ലെഫ്റ്റ്സ് എന്ന് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ, അതായത് ഗർഭാവസ്ഥയുടെ 7ാമത്തെ ആഴ്ച എത്തുമ്പോൾ ഇവ ചുരുങ്ങി പോകുന്നതായാണ് കാണുന്നത്. എന്നിരുന്നാലും ഇവ മുഴുവനായും ചുരുങ്ങി പോകുന്നില്ലെങ്കിലാണ് ബ്രാങ്കിയൽ ക്ലെഫ്റ്റ് അനോമാലിറ്റീസ് ഉണ്ടാകുന്നതും ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു ഓപ്പണിംഗ് ഉണ്ടായി അതിലൂടെ ഫ്ലൂയിഡ് വരുന്നതുമൊക്കെ. എന്നാൽ ഈ ഓപ്പണിംഗ് ഇല്ലാത്തവർക്ക് ഈ ഫ്ലൂയിഡ് അടിഞ്ഞ് കഴുത്തിൻ്റെ ഭാഗത്തായി മുഴ ഉണ്ടായി വരുന്നതായും കാണാൻ കഴിയും. ഇത് ജനിക്കുമ്പോഴേ ഉള്ളതാണെങ്കിലും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുകയോ അല്ലെങ്കിൽ പിന്നീടായിരിക്കും ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങുന്നത്. ഈ ഫ്ലൂയിഡ് അണുബാധയുണ്ടാക്കി കഴുത്തിൽ ഒരു മുഴ പോലെ രൂപപ്പെടുമ്പോഴായിരിക്കാം പലരും ശ്രദ്ധിക്കുന്നത്. ഇവ അണുബാധയുണ്ടാക്കുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് നൽകുകയും സിസ്റ്റ് ഡ്രെയിൻ ചെയ്ത് കളയുകയും സർജറി ചെയ്യുന്നത് വഴിയാണ് പൂർണ്ണമായി റിമൂവ് ചെയ്ത് മാറ്റാൻ കഴിയുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ബ്രാങ്കിയൽ ക്ലെഫ്റ്റ് സിസ്റ്റിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് ഇത്തരത്തിൽ ഈ ഫാരഞ്ചിയൽ പൗച്ചുകളുടെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന മറ്റൊരു വൈകല്യമാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള മുറിച്ചുണ്ടും മുറിയണ്ണാക്കും, അതായത് ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് എന്ന അവസ്ഥ. ഭ്രൂണത്തിൻ്റെ 4ാമത്തെ ആഴ്ചയിൽ തലയുടെ ഫ്രോണ്ടൽ പ്രോമിനൻസ് കാണാൻ കഴിയും. ഈ ഫ്രോണ്ടൽ പ്രോമിനൻസിന് താഴെയാണ് പിന്നീട് വായ ഉണ്ടായി വരേണ്ട ഭാഗമായ സ്റ്റൊമേഡിയം കാണുന്നതും കാർഡിയാക് ബൾജും ഫാരഞ്ചിയൽ ആർച്ചുകളുടെ 5 പൗച്ചുകളും കാണപ്പെടുന്നത്. ഈ ഒരു പൗച്ചിലുണ്ടായ ഡിഫക്റ്റാണ് നേരത്തെ സൂചിപ്പിച്ച ബ്രാങ്കിയൽ ക്ലെഫ്റ്റ് സിസ്റ്റ്. എന്നാൽ 4ാമത്തെ ആഴ്ചയുടെ അവസാനം 1ാമത്തെ പൗച്ചിൽ മാക്സിലറി പ്രോമിനൻസും മാൻഡിബുലാർ പ്രോമിനൻസും ഉണ്ടായി വരും. ഇനി 5ാമത്തെ ആഴ്ചയാകുമ്പോഴേക്കും മൂക്ക് ഇരിക്കേണ്ട ഭാഗമായ നേസൽ പിറ്റ് ഉണ്ടാവുകയും അവയുടെ 2 സൈഡിലായ ഭാഗത്തെ മീഡിയൽ നേസൽ പ്രോസസ്സും ലാറ്ററൽ നേസൽ പ്രോസസ്സും എന്ന് പറയുന്നു. 7 മുതൽ 8 ആഴ്ചയാകുമ്പോഴേക്കും 2 സൈഡിലെയും ഈ മീഡിയൽ നേസൽ പ്രോസസ്സ് ചേർന്ന് മുകളിലെ ചുണ്ടിൻ്റെ നടുഭാഗവും പാലറ്റുമായി രൂപം പ്രാപിച്ചു വരും. ഈ മീഡിയൽ നേസൽ പ്രോസസ്സ് തമ്മിൽ ചേരുന്നത് കൂടാതെ ഇവ നേരത്തെ പറഞ്ഞ മാക്സിലറി പ്രോസസ്സുമായി ചേർന്നാണ് മുകളിലെ ചുണ്ടിൻ്റെ സൈഡ് ഭാഗവും ഉണ്ടായി വരുന്നത്. ഈ മീഡിയൽ നേസൽ പ്രോസസ്സ് തമ്മിൽ ചേരുന്നതിൽ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ചുണ്ടിൻ്റെ നടുവിൽ മുച്ചിറി ഉണ്ടാകുന്നതും ഈ മീഡിയൽ നേസൽ പ്രോസസ്സും മാക്സിലറി പ്രോസസ്സും തമ്മിൽ ചേരുന്നതിൽ ഡിഫക്റ്റ് സംഭവിക്കുമ്പോഴാണ് ചുണ്ടിൻ്റെ ഇരുവശങ്ങളിലും മുച്ചിറി കാണപ്പെടുന്നത്. ഇനി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഈ വൈകല്യം ഉണ്ടാകുന്നത് എന്ന്. മിക്ക കേസുകളിലും കാരണം അജ്ഞാതമാണ്. ഗർഭാവസ്ഥയിൽ പുകവലി, പ്രമേഹം, ചില മരുന്നുകൾ എന്നിവയെല്ലാം കാരണമായി പറയാവുന്നതാണ്. ഗർഭാവസ്ഥയിൽ അൾട്രാസൗണ്ട് പരിശോധനയിലൂടെ വിണ്ടുകീറിയ ചുണ്ടും അണ്ണാക്ക് വിള്ളലും പലപ്പോഴും കണ്ടെത്താനാകും. ഒരു വശത്ത് മാത്രമായോ 2 വശത്തുമായോ ഈ വൈകല്യം ഉണ്ടാകാം. മുച്ചിറിയുടെ പിളർപ്പ് പൂർണ്ണമായോ അല്പമായോ ഉണ്ടാകാവുന്നതാണ്. പൂർണ്ണമായ പിളർപ്പുള്ള കുട്ടികളുടെ മൂക്ക് പരന്നതും മൂക്കിൻ്റെ ദ്വാരം വായോട് ചേർന്ന് വിരിക്കും. ഇങ്ങനെയുള്ള പല കുട്ടികളുടെയും അണ്ണാക്കും പിളർന്നിരിക്കും.
ഇവർ ആഹാരം കഴിക്കുമ്പോൾ അതിലൊരംശം മൂക്കിൽ കൂടി പുറത്തേക്ക് വരിക സാധാരണയാണ്. വായുടെ വലിപ്പം അധികമാകുക, നാക്കിൻ്റെ അടിഭാഗം വായുമായി കൂടിച്ചേരുക അഥവാ ടങ് ടൈ ഇവയൊക്കെയാണ് വായിലുണ്ടാകാറുള്ള ഇതുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങൾ. ശസ്ത്രക്രിയയിലൂടെ ഈയൊരു അവസ്ഥയെ ഇന്ന് വിജയകരമായി ചികിത്സിക്കാൻ കഴിയും. ഇത് പലപ്പോഴും ജീവിതത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ മുറിച്ചുണ്ടിനും 18 മാസങ്ങൾക്ക് മുൻപ് മുറിയണ്ണാക്കിനും ചെയ്യാറുണ്ട്. സ്പീച്ച് തെറാപ്പി, ദന്ത സംരക്ഷണം എന്നിവയും ആവശ്യമായി വന്നേക്കാം. ഉചിതമായ ചികിത്സയിലൂടെ കൃത്യമായി ഫലം ലഭിക്കുന്നതുമാണ്.